ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 2-3 അപ്ഡേറ്റുകൾ നമ്മൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ്സുകളാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചാനൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള പല ഡൗട്ടുകളും, എങ്ങനെയാണ് ഹാൾ ടിക്കറ്റ് കിട്ടുക, എക്സാമിന് പ്രിപ്പറേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാം സെൻറ്റേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഡൗട്ട്സുകളും ചോദിച്ചിട്ടുണ്ട്. ഈ ഡൗട്ട്സുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജനറലി നമുക്ക് എല്ലാ കമൻസിനും ആൻസർ ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഈ കമൻറ്റിലൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ www.ce.kerala.gov.in വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ യൂഷ്വലി കാണും, ഞാൻ എപ്പോഴും പറയാറുള്ളതല്ല, താഴോട്ട് വരുവാണെങ്കിൽ MBA സെക്ഷൻ കാണാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വെബ്സൈറ്റ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ KMAT കേരള എന്ന് പറയുന്ന പോർട്ടൽ, സെക്കൻഡ് KMATൻ്റെ പോർട്ടൽ നോക്കാം. ഇവിടെ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പം 15-ാം തീയതിയാണ്. മുമ്പുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസം കൂടെ, ഇപ്പം പ്രോബബിളി നമുക്ക് ഈ ഒരാഴ്ചയും കൂടെ സമയം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ പറയുന്നത് ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. 4 മണി എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15-ാം തീയതിയിലേക്ക് വെക്കരുത്. പരമാവധി നിങ്ങൾ 12-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ പ്ലാനുള്ള ആൾക്കാരെന്നെല്ലാം അപ്ലൈ ചെയ്യുക. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഡേറ്റ് മറന്നു പോകരുത്. ഒക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡേഴ്സ് ഈ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ മറ്റു ചില അപ്ഡേറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് എത്തുന്നതെങ്കിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിനും ഈ പ്രീ റിക്വസിറ്റ്സ് ഫോർ അപ്ലൈ ഓൺലൈൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി സെക്കൻഡ് KMATൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ചെയ്തൊരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് വരുന്നതെങ്കിൽ. ആ നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പത്രക്കുറിപ്പ് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സാമിന് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയ് 24-നാണ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സാറ്റർഡേ എല്ലാ ജില്ലകളിലും വെച്ച് നടത്തുമെന്നാണ് ഇൻഫർമേഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സെൻറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നു നമ്മൾ. അപ്പം ഇതാണ് എക്സാമിൻ്റെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മറ്റ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആളുകൾ ചോദിക്കുന്ന ഡൗട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യമാണ്. അഡ്മിറ്റ് കാർഡ് ഒരിക്കലും മെയിൽ അയച്ച് തരത്തില്ല. ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഡെഡ്ലൈൻ കഴിയുമ്പോൾ, അതായത് 15-ാം തീയതി ശേഷം, പ്രോബബ്ലി ഒരു എക്സാമിന് അടുത്ത ദിവസങ്ങളിൽ ഒരു 18, 19, 20 ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇതുപോലെ തന്നെ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു കളർ പ്രിൻ്റ് എടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യണം. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ തന്നെ നമ്മുടെ ഇതിൽ തിരിച്ചെടുക്കാറ് കൊണ്ടുവരാനൊക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അതനുസരിച്ച് ഫോളോ ചെയ്യുക. എഗെയിൻ അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അഡ്മിറ്റ് കാർഡ് ഒരിക്കലും അയച്ച് എല്ലാം നേരം ഓർത്തിരിക്കുക. സെക്കൻഡ്, എക്സാം സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമതൊരു സംശയം ആൾക്കാർ ചോദിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല. കാൽക്കുലേറ്റർ ഓപ്ഷൻ കമ്പ്യൂട്ടറിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പെൻ ആൻഡ് പേപ്പറാണ്. നിങ്ങൾക്ക് റൈറ്റിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവരാം. അവിടെ നിന്നൊരു റൈറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പേന, പെൻസിലൊക്കെ കൊണ്ടുപോകാം. എഴുതാനുള്ള പേപ്പർ അവിടെ നിന്ന് ഒരു വൈറ്റ് പേപ്പർ സാധാരണ തരുക. അതാണ് റഫർ ചെയ്യാനുള്ള പേപ്പർ അവിടെ നിന്ന് തരുക. അവിടെ നിന്ന് തന്നെ തിരിച്ച് എക്സാം സെൻറ്ററിൽ തന്നെ തിരിച്ച് കൊടുക്കുക. അതാണ് സാധാരണ പ്രോസസ്സ്. അപ്പോൾ എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എഗെയിൻ മറ്റ് ഡീറ്റെയിൽസുകൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആളുകൾ ചോദിക്കുന്നത് സപ്ലിമെൻ്ററി ഉള്ള ആൾക്കാർക്ക് എഴുതാമോ എന്ന് ചോദിക്കുന്നു. സപ്ലിമെൻ്ററി ഉള്ള ആൾക്കാർക്ക് എഴുതുന്നതിന് തെറ്റില്ല. എഗെയിൻ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാറാകുമ്പോഴത്തേക്കും, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കാറാകുമ്പോഴത്തേക്കും പ്രോബ്ലി ഓഗസ്റ്റ് മാസം വരെ, സെപ്റ്റംബർ മാസം വരെയൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് സമയമുണ്ടാകാം. ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ റിസൾട്ടുകൾ, സപ്ലൈ ക്ലിയർ ചെയ്തിട്ടുള്ള റിസൾട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ബാക്ക് പേപ്പറെല്ലാം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അപ്പം അത് അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ പേപ്പേഴ്സ് എല്ലാം അഡ്മിഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് 2025 പാസ് ഔട്ടായ ആൾക്കാർക്കും അതിന് പുറകോട്ടുള്ള ആൾക്കാർക്കുമാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 2026 പാസ് ഔട്ടാകുന്ന ആൾക്കാർക്ക്, അതായത് ഇപ്പം പുതിയ ഫൈനൽ ഇയേഴ്സ്, ഇപ്പോൾ 5ാം സെമസ്റ്ററിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലാസ്റ്റ് സെമസ്റ്ററിലേക്കൊക്കെ ഇപ്പം പോകുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നിങ്ങൾ 2025 പാസ് ഔട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് പുറകോട്ടോ 2024, 2023 മുൻ വർഷങ്ങളിൽ പാസ് ഔട്ടായ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുന്നത്. അത്രയും കാര്യങ്ങൾ വ്യക്തമായും വിചാരിക്കുന്നു. 2025, 2026 എന്നുള്ള അഡ്മിഷൻ വർഷത്തിലേക്കാണ് ഈ ഒരു എക്സാംസ് വാലിഡ് ആയിട്ടുള്ളത്. 2026 അഡ്മിഷന് വേണ്ടി എക്സാംസുകൾ അടുത്ത വർഷമാണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഗെയിൻ റിഗാർഡിങ് എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് KMAT ട്രെയിനിങ് കോച്ചിങ്ങിൻ്റെ ഫെസിലിറ്റി പലരും ചോദിക്കുന്നു. അപ്പോൾ അതിൽ വീണ്ടും പറയുന്നു, നമ്മുടെ ചാനലിൽ തന്നെ ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജോയിൻ ബട്ടൺ ഉപയോഗിക്കുകയാണെങ്കിൽ
അത് ചെറിയൊരു നോമിനൽ ഫീ യൂട്യൂബ് ചാർജ് ചെയ്യുന്നുണ്ട് 89 പെർ മന്ത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അടക്കമുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസുകൾ അക്സസ് ചെയ്യാനുള്ള ചാൻസിനകത്തുണ്ട്. ജോയിൻ ബട്ടൺ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എഗെയിൻ ജോയിൻ ബട്ടൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് കെമാറ്റിൻ്റെ വീഡിയോസുകൾ സെപ്പറേറ്റ് ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. ജോയിൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ 2 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. എൻട്രി ലെവൽ എന്നും എൻട്രി പ്ലസ് കെമാറ്റ് ജൂൺ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ജൂൺ കെമാറ്റ് അല്ലെങ്കിൽ മെയ് മാസത്തെ കെമാറ്റാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എഗെയിൻ ജൂണിലാണ് എക്സാം പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ് ജൂണിന് കൊടുത്തത് മാത്രം. എൻട്രി പ്ലസ് കെമാറ്റ് 2025 ജൂൺ ക്ലിക്ക് ചെയ്യുക. 89 പെർ മന്ത്. നിങ്ങൾക്ക് റിക്കറിംഗ് പേയ്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ പർപ്പസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അത് കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാം. ഇവിടെ 89 പെർ മന്ത് ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഒരു ജോയിൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള മറ്റു ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് ഈ ഒരു എക്സാമിന് വേണ്ടി, അതായത് രണ്ടാമത്തെ കെമാറ്റ് എക്സാമിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസുകളാണ് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 89 പെർ മന്ത് ഓപ്ഷൻ. സോ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് പ്രിപ്പറേറ്ററി ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു 1 hour മോക്ക് ടെസ്റ്റ് ആണ്. ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആണ്. മെമ്പേഴ്സിന് മാത്രം അക്സസ് ചെയ്യാം. ഓരോ മാസത്തെയും GKയിലുള്ള അപ്ഡേറ്റുകൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ മാസം, ഒക്ടോബർ മാസം, സെപ്റ്റംബർ മാസം ഒക്കെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അഗെയിൻ പ്രീവിയസ് ഇയറിൽ നടന്ന കെമാറ്റ് എക്സാമുകളുടെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള കെമാറ്റ് എക്സാമിനേഷൻ ഇതൊരു സാമ്പിളാണ്. 2024 മാർച്ചിലെ ലോജിക് റീസണിങ്ങിൻ്റെ പാർട്ട് ഡിസ്കഷനാണ്. അപ്പം അങ്ങനെ എക്സാമിന് പ്രിപ്പറേറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ഈ ഒരു മെമ്പർഷിപ്പ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു പെർ മന്ത് 89 എന്നുള്ള ഒരു ചാർജ് എടുത്ത് പേ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈൽ ചെയ്യാം. ദാറ്റ് ഇസ് അപ് ടു യു. അഗെയിൻ ചാനലിലെ പ്ലേലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വളരെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ചാനലുകൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ പോലെ ഫോക്കസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഓപ്ഷൻ 89 പെർ മന്ത് എന്നുള്ള യൂട്യൂബിൻ്റെ മെമ്പർഷിപ്പ് ഓപ്ഷൻ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻസും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കാം. വീണ്ടും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.